വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സംഭവം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. വലിയ എന്താ പറയുന്നത്, ജനങ്ങൾക്ക് വികാരവും മലയാള ചലച്ചിത്ര മേഖലയിൽ പൊതുവെ സംസാരം ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ഇത് എന്തിനാണ് ശരിക്കും ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റിയുടെ അവർ വായിച്ചില്ല, ഇപ്പോൾ വന്ന വാർത്തകൾ വരുമ്പോൾ മല പോലെ വന്നിട്ട് ഒന്നും ഇല്ലാണ്ടായി അല്ലേ? ഒന്നും സത്യം എന്തിനായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? 4-4.5 വർഷം അത് കഴിഞ്ഞിട്ട് പൂഴ്ത്തി വെച്ചൊരു റിപ്പോർട്ട് പിന്നെ പുറത്ത് വെച്ചു. ആ പുറത്ത് വന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് എല്ലാം ഉണ്ടായിരുന്നോ? ഇല്ല, പേപ്പറൊക്കെ കീറി അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുത്ത ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടൊരു റിപ്പോർട്ട്. ഇനി അതിൻ്റെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പം നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനുള്ളൊരു സാഹചര്യമൊക്കെ നടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. WCC ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതുകൊണ്ട് ആർക്കാ ഗുണം? ഇപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് അവരാണല്ലോ, മറ്റേ സ്ത്രീപക്ഷവാദികൾ തുടങ്ങി വെച്ചിട്ടൊരു WCC സംഘടന, അവരിപ്പോൾ ചേരി തിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ശരിക്കും തോന്നിയിട്ടുണ്ട്, ഒരു പാർവതി തിരുവോത്ത് ആ നടി ഭയങ്കര നല്ല എന്താ പറയുക അഭിനയശേഷിയൊക്കെ ഉള്ളൊരു നടിയായിരുന്നു. പക്ഷെ അവരെ മുന്നിൽ നിർത്തി കളിച്ച കുറേ കളികളുണ്ട്. ആ കളിയിൽ ശരിക്കും കുഴിയിൽ വീണ് കിടക്കുന്നത് കാരണം അവർക്ക് തന്നെ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തിനു വേണ്ടി. അതിൽ എക്സാക്ട്ലി ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി തുടക്കത്തിൽ കൂടെ നിന്നിട്ട് മഞ്ജു വാര്യർ ആദ്യമേ മനസ്സിലായി. കാരണം ഇത് കൊണ്ട് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല, ശരിക്കും താഴേക്ക്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടല്ലേ, ഈ പാർവതിയൊക്കെ എന്തോരം കാലിബറുള്ള ഒരു നടിയായിരുന്നു. ആ രീതിയിലായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും അവരവരെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ആദ്യം പറയുമ്പോൾ പോലും ആരും ഇത്രയും ഒരു ശത്രുപക്ഷത്തൊന്നും നിർത്തിയില്ല. പക്ഷേ ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മുന്നിൽ നിർത്തിയിട്ട് ഒരു കളി കളിച്ചിട്ടുണ്ട് സിനിമാ മേഖല, എല്ലാം പാർവതി തിരുവോത്ത്. അപ്പോൾ അന്ന് അവർ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പം അവരെ നിലപാട് റാണിയാക്കി വാഴ്ത്തി എന്തും അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇന്ന് ചോദ്യം ചോദിച്ചു. സർക്കാരിനെതിരെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പം പാർവതിനെ നിലത്ത് വാരി അടിക്കട സീൻസാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഇതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും സാധാരണ സിനിമാ മേഖലയിലുള്ള അസംഘടിതരായിട്ടുള്ള താഴേക്കിടയിലുള്ള ആർട്ടിസ്റ്റുകൾക്കും മേക്കപ്പ് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? അതിലുള്ള സ്ത്രീകൾക്ക് ഇന്നും പ്രശ്നം, അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എത്രയോ കേസുകളല്ലേ, 30 കേസുകൾ എല്ലാം ഒരേ സമയത്ത് വാനിഷ്ഡായി എന്ന് പറയണം. നമ്മൾ പണ്ട് പറയുമ്പോൾ ആനിക് സ്പ്രേ പോലെ ഈ 35 കേസുകൾ ഒരു വ്യക്തിക്ക് പോലും ഒരു പരാതി ഉയർത്താൻ പറ്റാത്ത രീതിയിൽ വാനിഷ് ആവാൻ. അപ്പൊ അതിന്റെ പിന്നെ അതാണ് ചോദ്യം ചെയ്യേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഇതേ സംശയമായിരിക്കാം പാർവതിക്ക് ഉണ്ടായതും പാർവതി ചോദിച്ചതും. പക്ഷെ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടിയത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള തന്നെ സർക്കാരിനൊപ്പം നിന്ന്, അതായത് എനിക്കിത് പണ്ട് തോന്നിയിട്ടുണ്ടല്ലേ, സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു യൂണിറ്റി ഇല്ലാത്തൊരു മേഖലയാണ് സിനിമാ മേഖല. ഇവർക്ക് ആർക്ക് എതിരെങ്കിലും എന്തെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ മാത്രമല്ല എല്ലാവർക്കും അവനവൻ്റെ ഒരു സേഫ് സൈഡ് നോക്കി നിന്നാണ് അല്ലേ? അല്ലാതെ മറ്റുള്ള ഇതുപോലെ അല്ല. മറ്റേതൊരു സംഘടന ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കാണാം ഇവിടെ അംഗൻവാടി ടീച്ചർമാരുടെ സംഘടന ഉണ്ട്, ഓരോ എല്ലാ കുഞ്ഞു സംഘടന. പക്ഷെ അവരൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കാം ഒരുമിച്ച് എന്താ പറയുക, അല്ലെ കൂടെ നിന്നിട്ട് എനിക്ക് അവസരം മാറുമോ, എനിക്ക് കിട്ടില്ലേ, അന്നൊന്നും ഇല്ല. അവർ യൂണിറ്റി നമ്മൾ കാണാം ഏത് മേഖലയാണെങ്കിലും. ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരം അവിടെ പാർട്ടിയില്ല, ഒന്നുമില്ല, അവർ ഒരുമിച്ച് നിൽക്കും. ഈ ഒരു ഇതിൽ മാത്രം ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അവസരം പോകുമ്പോൾ സ്വന്തം ഇൻട്രസ്റ്റ് നോക്കി മാത്രം അഭിപ്രായം പറയും. അതേപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരകളാണ് അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരു വ്യക്തി പോലും ഇതിനിറങ്ങിയ ഈ ഒരു നമ്മുടെ മുമ്പിലുണ്ട്, ഇതിൻ്റെ ഒരു ഇര മുന്നിലുണ്ട്. അവരെ പോലും വീണ്ടും ഇരയാക്കിക്കൊണ്ട് ഈ ഫെമിനിസ്റ്റ് തന്നെ പറയാം, ഇത്തരത്തിലുള്ളവർ അവർക്ക് തന്നെ കുഴി വെട്ടുകയല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വാക്കാണ്. പക്ഷെ കേരളത്തിൽ കണ്ടുവരുന്ന ഫെമിനിസം എന്തുവാണ്? സ്ത്രീപക്ഷവാദം അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണോ? ഇവിടെയുള്ള ഒരു ഫെമിനിസ്റ്റ് സംഘടനയും ശരിക്കുമുള്ള സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവനവൻ്റെ ഇൻട്രസ്റ്റ് നോക്കി അവനവനൊപ്പം ഉള്ള അല്ലെങ്കിൽ അവനവന് കൂറുള്ള വേട്ടക്കാരനാണെങ്കിൽ ആ വേട്ടക്കാരനൊപ്പം നിന്നിട്ട് ഇരയെ മാറ്റി ഈ രീതിയിലാണ്. നമുക്ക് കഴിഞ്ഞാൽ ദളിത് ആക്ടിവിസ്റ്റുകൾ തൊട്ട് ഇവിടെ സ്ത്രീപക്ഷം എന്ന് പറയുന്ന എല്ലാവരും പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീക്ക് വേണ്ടി അവർ നിൽക്കാറില്ല. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ലൈം ലൈറ്റിൽ വരാനുള്ള ഒരു പേര് മാത്രമാണ്, അല്ലെങ്കിൽ അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, നാലാൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പേര് മാത്രമാണ് ഈ ഒരു ഫെമിനിസം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെമിനിസമൊക്കെ നമ്മൾ കാണണമെങ്കിൽ സാധാരണ വീട്ടമ്മമാർ ഇന്ന് ഉയർന്നു വരുന്ന, അതായത് എന്ത് ജോലി ചെയ്തും ഉയർന്നു വരുന്ന കുറേ കാര്യങ്ങൾ അവിടേക്കാണ് ഫെമിനിസം ഉള്ളത്. ഇവിടെ ഒരു ഫെമിനിസം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ മേത്ത് നെഞ്ചത്ത് ചാടിക്കയറി പൊങ്കാല ഇടുക അല്ലെ, എല്ലാം അങ്ങനത്തെ ആ ഒരു രീതിയിൽ പാട്രി ഇറക്കി, എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പാട്രി ഇറക്കി ഇനി അങ്ങനത്തെ ആ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ട് അതാണ് ഇവിടുത്തെ നമ്മൾ കാണുന്ന ഒരു ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നവും. ഇന്ന് വരെ ഒരു ഫെമിനിസ്റ്റ് സംഘടന നിന്നിട്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും
തോന്നിയിട്ടില്ല. ഈവൻ ആ വാളയാർ ഇഷ്യൂസും എല്ലാം നമുക്കറിയാവുന്നതാണല്ലേ. ആരുണ്ട് ഈ ഒരു ചലച്ചിത്ര മേഖലയിൽ മാധ്യമങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ കൂടി സ്ത്രീകൾക്ക് അതായത് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും സോഷ്യൽ മീഡിയ മുഴുവനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് നല്ല രീതിയിൽ അത് വിനിയോഗിച്ചുകൂടായിരുന്നു. അവർ ശരിക്കും ചെയ്തത് അവരുടെ കുഴിയല്ലേ വെട്ടി. ഇനി ഈ ഒരു മേഖലയിൽ എന്ത് വിഷയമുണ്ടായാലും ആരെങ്കിലും ഇത് തിരിഞ്ഞു ഇല്ല, തീർച്ചയായും അത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നടന്മാർക്കെതിരെ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്കെതിരെ ആരോപണവുമായിട്ട് കുറേ സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അവരെയൊക്കെ മുന്നിൽ നിർത്തി. കാരണം ആ ഒരു ആരോപണങ്ങൾ കേട്ടാൽ തന്നെ ഭയങ്കര കോമഡിയാണ്. കൂടുതലും ഒരു നമുക്കറിയാം ഹണി ട്രാപ്പിൻ്റെ രീതിയുള്ള. കാരണം കാര്യം കാണാൻ വേണ്ടിയിട്ട് പലരും നിൽക്കുക, അത് കഴിഞ്ഞിട്ട് കാശ് ചോദിക്കുക, അത് കിട്ടാതെ വരുമ്പം ആ രീതിയിലുള്ള കുറേ ആൾക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ഇങ്ങനത്തെ ആൾക്കാരെ മുന്നിൽ നിർത്തി കഴിയുമ്പോൾ ഈ റിപ്പോർട്ടിൽ മുഴുവനുള്ളത് ഇങ്ങനത്തെ ആൾക്കാരാണ് എന്നൊരു പൊതുബോധം ഇപ്പോൾ കോമൺ പീപ്പിളിനുണ്ട്. സിനിമയിലുള്ള അങ്ങനെ കുറച്ച് സ്ത്രീകളുണ്ട്. അവർ വന്നു നിന്നിട്ട് ആരോപണങ്ങൾ ബാത്റൂമിൽ ഇപ്പോൾ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ എന്താണ് മറ്റേ രീതിയിൽ വളരെ നമുക്ക് പറയാൻ വയ്യ ആ രീതിയിലൊക്കെ ഉള്ള ആരോപണങ്ങൾ. അവിടെയൊക്കെ എന്താണ് അവരുടെ ചാൻസിന് വേണ്ടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം മാത്രം എന്നാൽ ഇവരൊക്കെ ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ കോടതിയായിട്ട് മുന്നോട്ട് പോയോ, കേസുമായിട്ട് ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. പൊതുവേ സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിമാര് ചാൻസിന് വേണ്ടി എന്തിനും തയ്യാറാണ് എന്നുള്ളൊരു പൊതുബോധമുണ്ട്. അതിപ്പോൾ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ തന്നെ മുന്നിൽ ഇറക്കിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു വിശ്വാസ്യത ശരിക്കും ചതിക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ടാവാം. ആദ്യം നമുക്ക് പറയാം സിനിമയിൽ ചാൻസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ നല്ല കൃത്യമായിട്ട് കുറച്ച് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു സിനിമയുടെ ആയിരുന്നു തോന്നുന്നു, ലൊക്കേഷനിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഡ്രഗ് കൊടുത്തിട്ട് അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉയർന്നു പോലും വന്നില്ല. കാരണം ഡ്രഗ് എന്നുള്ള മെയിൻ ഒരു വില്ലൻ അവിടെ കിടപ്പുണ്ട്. സിനിമാ മേഖലയിൽ അതിൻ്റെ പിടിമുറുക്കം ഉണ്ട്. അതിൻ്റെ ഒപ്പം അതാണ് വില്ലനായിട്ട് വന്നിട്ട് ഈ എന്താ പറയുക സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം, കുട്ടികളെയൊക്കെ അത് ആരും പിന്നീട് അതിനെക്കുറിച്ച് ഒരു ചർച്ചകൾ പോലും വന്നില്ല. അതിന് പകരം കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ പീഡനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൊതുബോധം ഇതെന്ത് ഇനി പറയുന്ന എല്ലാ കേസസും ഇതാണോ എന്നുള്ള രീതിയിലേക്ക് വന്നു. അന്ന് തന്നെ എനിക്ക് ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ ഈ ഒരു ഹേമ കമ്മിറ്റി ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അതിലുള്ള വിശ്വാസ്യത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആരൊക്കെയോ കൊടുത്തിട്ടുള്ള ഇതൊന്നുമല്ല, 35 കേസുകളെന്ന് പറഞ്ഞു. അതൊന്നും പുറത്ത് വരരുത് എന്ന് ആരൊക്കെയോ സംരക്ഷിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ തന്നെ രംഗത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി രഞ്ജിനി പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ജെനുവിനായിട്ടൊരു കേസ് വന്നാൽ പോലും പൊതുബോധം അല്ലെങ്കിൽ പൊതുസമൂഹം അഡ്രസ്സ് ചെയ്യുന്ന രീതി വളരെ ഇതായിരിക്കും. ആരും വിശ്വസിക്കില്ല. കാരണം ആർക്ക് വേണ്ടി എന്നുള്ള ഇത് വരും. ശരി, ഓക്കെ, ആ സിനിമയിൽ പോയിട്ടല്ലേ നിനക്കുണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു മേഖല ഇങ്ങനെ ഇത്രയും പ്രശ്നമുള്ള മേഖലയാണെന്ന് അറിഞ്ഞിട്ട് എന്തിന് പോയി എന്നുള്ളൊരു ചോദ്യം. ഞാനാണെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പോകണമെന്ന് പറയുമ്പോൾ നമ്മളിനി കുറച്ച് എന്ത് പറയും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞു. ചിരിക്കത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണോ നടന്നേ അറിഞ്ഞുകൊണ്ട് പോയി ചാടിയതല്ലേ കാണുന്നത് പോലെ, പച്ചയ്ക്ക് പറഞ്ഞ പടങ്ങൾ കാണുന്നത് പോലെ ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്തരത്തിലുള്ളൊരു വിഷയവും അഡ്രസ്സ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. യഥാർത്ഥ പീഡനം പ്രകൃതി വിരുദ്ധ പീഡനം നടന്ന കേസുകളുണ്ട്. ഇനി ഈ പറഞ്ഞോണം വളരെ ക്രൂരമായ പീഡനങ്ങൾ നടന്ന കേസുകളുണ്ട്. ഇഷ്ടത്തോടെ പോയിട്ട് പിന്നീട് ആ സ്ത്രീയെ ദുരുപയോഗം ചെയ്യുന്നത് ഗ്യാങ് റേപ്പ് പോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് അല്ലെ. അതിന് സർക്കാർ കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സർക്കാർ കൂട്ടുനിൽക്കുന്ന അതിശയമൊന്നുമില്ല. കഞ്ചാവ് അടിച്ചവനെ പോലും പിടിച്ചെടുത്ത് സർക്കാർ ഏത് സർക്കാരാണെന്ന് ആലോചിച്ച് നോക്കണം. വനിതാമതിൽ സ്ത്രീ സമത്വത്തിനും സ്ത്രീയുടെ സുരക്ഷയ്ക്കും വേണ്ടി വനിതാമതിൽ വർഗം ആ പ്രസ്ഥാനമാണ് ഇത്തരം കൂട്ടിക്കൊടുപ്പ് കാര്യങ്ങൾക്കൊക്കെ. സത്യം പറഞ്ഞത് കൂട്ടിക്കൊടുപ്പ് സർക്കാരാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ. ആർക്കാണ് ഇവിടെ ശരിക്കും പ്രിവിലേജ് ഉള്ളത്? ഇങ്ങനെ നടക്കുന്ന എന്താ പറയുക തേർഡ് റേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർക്കും പിന്നെ കൊലയാളികൾക്കും പീഡകന്മാർക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു ഭരണകൂടമാണെന്ന് തോന്നിയിട്ടുണ്ട്. അവസാന കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 15 വയസ്സുള്ള കൊച്ചിൻ്റെ ഷഹബാസ്, അത് നമുക്ക് അല്ലേ, അതിൽ പോലും ആ മരണപ്പെട്ട കുട്ടിക്കല്ല നീതി ഇവിടെ അപ്പം അങ്ങനത്തെ ക്രിമിനൽസിന് വളർത്തിക്കൊണ്ടുവരുന്ന. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോൾ മാലാപാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാർ എന്താണ് ചെയ്യേണ്ടുന്നത്. 35 പേർക്കും കേസില്ല എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യം തന്നെയാണ്. 35 പേർക്കും കേസില്ല, അപ്പോൾ പിന്നെ ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്?
പക്ഷെ മറ്റേതെല്ലാം രീതിയിൽ അത് എടുക്കാൻ പറ്റും? ഇത് ഇതൊരു മാലാപാർവതി report ആണ്. ഇത്തരത്തിൽ ഉള്ള ഒരു രീതി ഈ ചോദ്യം ചോദിച്ച മാലാപാർവതി തന്നെയാണ് സർക്കാരിനെതിരെ പാർവതിക്കെതിരെയും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ മാലാപാർവതിക്ക് അവിടെ ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ മാലാപാർവതി കൃത്യമായിട്ട് ചോദിക്കണം. ഇതിന്റെ പിന്നിൽ 35 കേസുകൾ എങ്ങനെ ഒരുമിച്ച് ആവിയായി പോയി അല്ലെ? അവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാലാപാർവതി ചോദിക്കാൻ. 35 പേരെയും വിളിക്കേണ്ടത് അവർ ഇത്രയും ഇതായിട്ടുള്ള ഇതാണ് ഇങ്ങനെ നമുക്കറിയാം സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതാണെന്നുള്ളത്. ഇതിൽ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ ആ റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അവിടെ വീണ്ടും ഉരുത്തിരിയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ നടക്കുന്നു എന്നുള്ള തെളിവ് സഹിതം ഒരു വ്യക്തി പറയുമ്പം എതിർഭാഗത്തു നിന്ന് വിളിച്ച് ചോദിക്കണമല്ലോ. പക്ഷെ ഇത് പുറത്ത് പറയാൻ ആൾക്കാർ ഇതിന് താല്പര്യമില്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ വുമൻസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻസ് ആയാലും പലവിധ കമ്മിറ്റികളും ഒക്കെ ഇവർക്ക് രൂപീകരിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ കേസുകൾ നടത്താം. പുറം ലോകം അറിയാത്ത രീതിയിൽ തന്നെ കേസുകൾ നടത്തിയിട്ട് അതിന് കൃത്യമായ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കാത്ത രീതിയിലല്ലേ വിചാരണ ചെയ്യാൻ ഏതെല്ലാം തരത്തിൽ ഈ സിനിമാ മേഖലയെ ഒന്ന് ശുദ്ധീകരിക്കാൻ പറ്റിയേനെ, സ്ത്രീകൾക്ക് ഒരു ധൈര്യവും ഊർജ്ജവും ഒക്കെ കൊടുക്കാൻ പറ്റി. ഇതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ WCC ഉൾപ്പെടെയുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് ഇനി ഒരു സ്ത്രീക്ക് പ്രശ്നം വന്നാൽ മാധ്യമങ്ങളെയും ജനങ്ങളെയും അറിയിക്കായിരുന്നു. ചിലപ്പോൾ ശരിയാണ്, ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവർക്കാണ് അവർക്ക് ഇതൊരു അഭിമാന ക്ഷേത്രം, അങ്ങനെയുള്ള ഒരു പോകരുതായിരുന്നു, ഈ റിപ്പോർട്ട് കൊടുക്കാൻ പോകരുതായിരുന്നു. കാരണം ഇത് ഉപകാരമില്ലാത്ത റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ ആണ് എന്നുള്ള പൊതുബോധവും ജ്ഞാനം ഉള്ളവരൊക്കെ തന്നെയാണല്ലോ ഈ അഭിനേത്രികളും. അങ്ങനെയല്ല, ഇങ്ങനത്തെ ഒരു മറച്ചു വെച്ച് നമ്മുടെ ബാക്കിൽ നിന്ന്, അതായത് എനിക്ക് എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ വയ്യ, പക്ഷെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? അങ്ങനെ ആയിക്കഴിയുമ്പോൾ തന്നെ സർക്കാർ നമുക്ക് തന്നെ അറിയില്ല ആരൊക്കെയാണ് അത് ചൂഷണം, നമുക്ക് അറിയണമെന്നില്ല അല്ലേ? കാരണം പൊതുസമൂഹത്തിൽ ഇട്ട് കൊടുത്ത് കൊത്തി വലിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് എന്ത് മെറിറ്റ് ഉണ്ടായി എന്നാണ്. മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം. കാരണം നമ്മുടെ നികുതി പണം, അതാണ് ആൾക്കാർക്ക് ഇതിലൊരു റോളുണ്ട്. ബിക്കോസ് ഞാനും രഞ്ജിനിയും അടങ്ങുന്ന ആൾക്കാരുടെ നികുതിയുടെ എടുത്തിട്ടാണ് ഇത്രയും ലക്ഷം ചെലവഴിച്ചൊരു ഉണ്ടാക്കി വെച്ചൊരു കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പൊ അത് വിവരാവകാശം വഴി പോലും അത് പുറത്തു വിടരുത് എന്ന് പറയുമ്പോൾ അതെ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇപ്പൊ മാലാപാർവതി ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. പക്ഷെ അവരെ ചോദിക്കണം, ഇതിന്റെ പിന്നിൽ ആ 35 കേസും ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരെ പുറത്ത് കൊണ്ടുവരണം. സർക്കാരിന് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇവർ ഈ 35 പേരും പൊതുമധ്യത്തിൽ വരാൻ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിന് വിധേയരായവർക്ക് അല്ലെങ്കിൽ വിധേയരാവുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊന്നും ചെയ്യാതെ സിനിമാ മേഖലയിൽ ഇപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പാർവതി തിരുവോത്തൊക്കെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു അല്ലേ? ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട റൂം, ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു വിലയില്ലായ്മ, മറ്റുള്ളവർക്ക് സീനിയർ ആർട്ടിസ്റ്റിനൊക്കെ എന്താ പറയുക ബാത്റൂം സൗകര്യം, ഇങ്ങനത്തെ കുറേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ആരും അഡ്രസ് ചെയ്യണമെന്നൊന്നുമല്ല. എല്ലാവർക്കും താല്പര്യം ആര് പോയി കഥകിന് മുട്ടി എന്നൊക്കെ ഉള്ളായിരുന്നു. ഇത് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ മല പോലെ വന്നത്, നമ്മൾ വലിയ ഇതായിട്ട് കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്താണ്, ബലൂണായിരുന്നു. ഒന്നുമില്ല സത്യം. കുറേ ആളുകളുടെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ വരെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഹേമ കമ്മിറ്റി എന്ന വാർത്തകൾ ഇപ്പോൾ അത് വലിയൊരു കോമഡിയായി മാറി. ഇത് തന്നെയാണ് WCC. ശരിക്കും ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ വെറുതെ തറപടിച്ച് കുറേ പേർക്ക് കൈനീട്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു സംഘടനയെയും ഓടിച്ചു വിട്ടിട്ട് ഇതിൻ്റെയൊക്കെ അവസാനം എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് സീറോയാണ്. ഇതാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ത്രീപക്ഷം ഫെമിനിസം രഞ്ജിനി, ബിഗ് സീറോ.